ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാനയോഗത്തിലെ 41 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് 42-ാമത്തെ ശ്ലോകം നോക്കാം. ഈ അധ്യായത്തിലെ, അതായത് ജ്ഞാനയോഗം എന്ന അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണിത്. തസ്മാദജ്ഞാനസംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ഛിത്വൈനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ഠ ഭാരത. ഭാരത, അല്ലയോ ഭരതവംശജ, തസ്മാത്, അതുകൊണ്ട്, അജ്ഞാനസംഭൂതം, അജ്ഞാനം കൊണ്ടുണ്ടായതും, ഹൃസ്തം, മനസ്സിലുള്ളതുമായ, ആത്മനഃ, നിൻ്റെ, ഏനം സംശയം, ഈ സംശയത്തെ, ജ്ഞാന അസിന, ജ്ഞാനമാകുന്ന വാളുകൊണ്ട്, ഛിത്വാ, ഛേദിച്ചിട്ട്, യോഗം, യോഗത്തെ, ആദിഷ്ഠ, അവലംബിച്ചുകൊണ്ട്, ഉത്തിഷ്ഠ, എഴുന്നേൽക്കുക. അല്ലയോ ഭരതവംശജനായ അർജുന, അതുകൊണ്ട്, അതായത് ഞാൻ ഈ പ്രകാരമെല്ലാം പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട്, അജ്ഞാനം കൊണ്ടുണ്ടായതും മനസ്സിലുള്ളതുമായ നിൻ്റെ ഈ സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട്, യോഗത്തെ അവലംബിച്ചുകൊണ്ട് നീ എഴുന്നേൽക്കുക. നമുക്കറിയാം, അർജുനൻ തളർന്ന് വില്ലുമമ്പും താഴെ വച്ച് തേർത്തിടത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് ഭഗവാൻ ഗീതോപദേശം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അർജുനെ ആ തളർച്ചയിൽ നിന്നുമെല്ലാം ഉണർത്തി, സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ഉണർന്നെഴുന്നേൽക്കുവാൻ, കർമ്മനിരതനാകുവാൻ പറയുകയാണ് ഭഗവാൻ. ഹേ അർജുന, അജ്ഞാനത്താൽ നിനക്ക് മനസ്സിലുണ്ടായ സംശയങ്ങളെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ, നിൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കൂ. ജ്ഞാനയോഗ രഹസ്യമാണ് ഈ അധ്യായത്തിൽ ഉപദേശിക്കുന്നത്. ഈ ജ്ഞാനയോഗം മുഴുവനും, കർമ്മയോഗവും ജ്ഞാനയോഗവും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒന്നു തന്നെയാണ്. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനം. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും, അതായത് കർമ്മത്തിൽ മുഴുകുമ്പോൾ തന്നെ, അതായത് ശരീരം കൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് അകർമ്മിയായിരിക്കുക, അതായത് ആ കർമ്മത്തോട് ബന്ധപ്പെടാതെ ഇരിക്കുക. അതുപോലെ തന്നെ അകർമ്മിയായിരിക്കുമ്പോൾ, അതായത് ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് കർമ്മത്തിൽ നിരതനാവുക. ഇതാണ് കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് ഭഗവാൻ പറയുന്നത്. ലോകത്തെ മുഴുവൻ തന്നിലും ഈശ്വരനിലും ദർശിക്കുന്നതും ജ്ഞാനം തന്നെ. അതേപോലെ തന്നെ സകലരിലും കാണുന്നതും ജ്ഞാനം തന്നെ. അതാണ് ആത്മജ്ഞാനത്തിൻ്റെ ഭാവം. ജീവാത്മാ പരമാത്മാ ഐക്യബോധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അദ്വൈതം, അഹം ബ്രഹ്മാസ്മി, സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിയും എല്ലാം ഏകം. ഈ ബോധം കൈവന്നാൽ പിന്നെ അറിയേണ്ടതായി ഒന്നുമില്ല. ഇതറിഞ്ഞവന് കർമ്മഫലചിന്ത ഉണ്ടാകുന്നില്ല. നിഷ്കാമകർമ്മമാണല്ലോ കർമ്മയോഗം. അപ്പോൾ ജ്ഞാനയോഗിക്ക് കർമ്മയോഗിയാകുവാൻ കഴിയൂ.
അതുകൊണ്ടാണ് പറയുന്നത് ആത്യന്തികമായി ജ്ഞാനയോഗവും കർമ്മയോഗവും ഒന്ന് തന്നെയാണ്. ഒരു ജ്ഞാനയോഗിക്ക് കർമ്മയോഗിയാകുവാൻ കഴിയും. കർമ്മയോഗിക്ക് ജ്ഞാനാർജനവും സാധ്യമാകും. ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ടേ മാലിന്യങ്ങൾ നീങ്ങി ചിത്തം ശുദ്ധമാകൂ. ചിത്തശുദ്ധി കൈവന്നാലേ ജ്ഞാനം പ്രകാശിക്കൂ. അപ്പോൾ ജ്ഞാനയോഗത്തിനായാലും കർമ്മയോഗത്തിനായാലും ഇന്ദ്രിയ നിയന്ത്രണവും മനഃശുദ്ധിയുമാണ് അവശ്യം വേണ്ടത്. ജ്ഞാനിക്ക് സംശയമില്ല. കാരണം അവൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമ്പോഴാണ് അവൻ ജ്ഞാനിയാകുന്നത്. അല്പജ്ഞാനിയാണ് സംശയാലു. കുറച്ച് കാര്യങ്ങളറിയാം, എന്നാൽ യഥാർത്ഥ അറിവില്ലതാനും. അങ്ങനെയുള്ളവരാണ് അല്പജ്ഞാനികളെന്ന് പറയുന്നത്. അവർക്കെപ്പോഴും സംശയമായിരിക്കും. സംശയാലു അസ്ഥിരചിത്തനായിരിക്കും. മൂഢന്മാരായ അജ്ഞാനികൾ പോലും സംശയചിത്തനായ അല്പജ്ഞാനിയേക്കാൾ ഭേദമാണ്. ഒന്നും അറിയാതിരിക്കുന്നതാണ് അതിലും ഭേദം. ഈ അല്പജ്ഞാനമാണ് കൂടുതൽ ദോഷകരം. അചഞ്ചലമായ വിശ്വാസമാണ് സംശയ നിവൃത്തിക്ക് വേണ്ടത്. അതുകൊണ്ട് ഒന്നുകിൽ ജ്ഞാനചിത്തനായി ഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ കർമ്മവും ഈശ്വരപൂജയായി കരുതി അർപ്പണബുദ്ധിയോടെ ചെയ്യുക. അപ്പോൾ ജ്ഞാനം മനസ്സിൽ തനിയേ പ്രകാശിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെയും അതുവഴി ഈ ജ്ഞാനയോഗമെന്ന ഈ അധ്യായത്തിലും പ്രതിപാദിക്കുന്നത് ഈ വിഷയമാണ്. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത് സുബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രി ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനയോഗോ നാമ ചതുർത്ഥോ അധ്യായ സമാപ്തം. 4 അധ്യായങ്ങൾ പൂർത്തിയാകുമ്പോൾ ധർമ്മസങ്കടത്തിലായ അർജുനനെയാണ് നാം കാണുന്നത്. യുദ്ധം ചെയ്താൽ തൻ്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ എതിരിടേണ്ടി വരും. അവരെ പലരെയും വധിക്കേണ്ടി വരും. യുദ്ധം ചെയ്യാതിരുന്നാലോ ധർമ്മം ഹനിക്കപ്പെടും. തൻ്റെ മാതാവിനോടും സഹോദരങ്ങളോടും ധർമ്മപത്നിയോടും ചെയ്ത കൊടും ക്രൂരതകൾക്കും അക്രമങ്ങൾക്കും പരിഹാരം ലഭിക്കാതെ വരും. എന്നാൽ കൃഷ്ണൻ നീ ഇന്നത് ചെയ്യൂ എന്ന് ആജ്ഞാപിക്കുന്നുമില്ല. അങ്ങനെയൊന്ന് തീർത്തു പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ ആ വാക്കിനെ അനുസരിക്കാമായിരുന്നു. എല്ലാ വശങ്ങളും ആലോചിച്ച് സ്വയം തീരുമാനമെടുക്കാനാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അതിൻ്റെ താത്വികമായ വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കുന്നു. പലതരം യജ്ഞങ്ങളെക്കുറിച്ചും വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി സ്വബുദ്ധിയിൽ ബോധ്യം വന്ന് ഇതിലേത് മാർഗം സ്വീകരിക്കണം എന്ന് സ്വന്തമായി തീരുമാനിക്കുവാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. സനാതനധർമ്മത്തിൻ്റെ കാതലും ഇതുതന്നെയാണ്. ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് ആരും നിർബന്ധിക്കുന്നില്ല. വഴികളെപ്പറ്റിയെല്ലാം ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് സ്വയം ബോധ്യപ്പെട്ട് തീരുമാനിക്കാം. പക്ഷേ എല്ലാ മാർഗങ്ങളും അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഏത് മാർഗത്തിലാണ് പോകേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം. ഇതാണ് ഭഗവാൻ അർജുനന് ഈ അധ്യായങ്ങളിലൂടെയെല്ലാം പകർന്നു നൽകിയത്. എന്നിട്ട് സ്വയം തീരുമാനിക്കുവാൻ അർജുനനോട് പറയുകയാണ്. ഇനി അടുത്ത അധ്യായം കർമ്മസന്യാസ യോഗമാണ്. കർമ്മസന്യാസിയുടെ മാർഗത്തെപ്പറ്റിയാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിവരിക്കുന്നത്. അപ്പോൾ കർമ്മസന്യാസ യോഗം എന്ന 5-ാമത്തെ അധ്യായം നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.